ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇറച്ചിപ്പത്തിരി പോലെ ഉണ്ടാക്കിയാലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് നല്ലോണം ഉടച്ച് വെച്ചിരിക്കാന്. അപ്പോൾ ഇതാകട്ടെ സംഭവം. അപ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി അങ്ങനെ എല്ലാം കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഉരുളയാക്കിയിട്ട് വെക്കുക. ഇങ്ങനെ ഇറച്ചി പത്തിൽ നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കൽ, അത് അതിൻ്റെ ഷേപ്പിൽ ഇതിങ്ങനെ പരത്തിയിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇറച്ചി മസാല, ചിക്കൻ മസാല കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടി ബോള് പോലെ ആക്കിയിട്ട് പിന്നെ നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് പോലെ ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് മുക്കി പിന്നെ ബ്രെഡ് ക്രംസിനും കൂടെ മുക്കിയിട്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് പോലെ എടുക്കുക. എന്നിട്ട് അതൊന്ന് പൊരിച്ചെടുത്താൽ നമ്മളെ അടിപൊളി ടേസ്റ്റി ഉരുളക്കിഴങ്ങ് ഇറച്ചിപ്പത്തിൽ ഞാനിട്ട വരാട്ടോ, നിങ്ങൾക്ക് എന്തുകൂടാ. അപ്പോൾ ഇതാട്ടോ ഈ റെസിപ്പി, നല്ല ടേസ്റ്റ് ഉണ്ട്, ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാട്ടോ സംഭവം, അടിപൊളി ടേസ്റ്റാണ്, നമുക്ക് നല്ല രസമില്ലേ കാണാൻ. ഇനി അടുത്ത ഞാൻ ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെ ചിക്കൻ ലെഗ് പീസ് അല്ലെങ്കിൽ കോഴിക്കാല് നിറച്ചതെന്ന് പറയട്ടാ. അപ്പോൾ ഞാൻ ഇട്ട പേര് നിങ്ങൾക്ക് എന്തുകൂടാട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ നല്ലോണം 2 ലെഗ് പീസ് എടുത്തിട്ട് വേവിപ്പിക്കട്ടാ. എന്നിട്ട് അതിൻ്റെ ഇറച്ചി പീസൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ എല്ലില്ലേ അത് നമ്മൾ മാറ്റി വെക്കണം. നമുക്ക് അതിൽ നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ. അത് ഈ ഇറച്ചി പീസൊക്കെ നന്നായിട്ട് ചിക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ വേവിപ്പിച്ചിട്ട് ഉടച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ അതിലേക്ക് ചില്ലി ഫ്ലെക്സ്, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ ഒരു ബോൾ പോലെ കൈമേൽ വെച്ച് പരത്തിയതിന് ശേഷം കുറച്ച് ചീസില്ല അത് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ, അത് ചേരേണ്ടത്. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടി നമ്മളെ ഉണ്ടാക്കി വെച്ച മസാല എടുത്തിട്ട് ഇതിൻ്റെ മസാല ഉരുളക്കിഴങ്ങിൻ്റെ അതെടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചൊരു ചിക്കൻ്റെ എല്ലില്ലേ അതും എടുത്തതിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യുക. കോഴിക്കാല് പോലെ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നല്ലോണം പ്രസ് ചെയ്ത് കോഴിക്കാല് പോലെ നല്ലോണം ഉരുട്ടിയെടുക്കുക. എന്താ ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ബ്രെഡ് പൊടിച്ചതുണ്ടാവില്ലേ, അല്ലെങ്കിൽ റസ്ക് പൊടിയാലും മതി. എന്നിട്ട് അതിലേക്ക് ഈ മുട്ടയിൽ മുക്കിയതിന് ശേഷം പിന്നെ ബ്രെഡ് ക്രംസിനും കൂടെ ഒന്ന് മുക്കി നല്ലോണം കോട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അതിന്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വർത്താനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മളെ ചിക്കൻ കോഴിക്കാല് അത് നല്ലോണം പൊരിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് പൊരിഞ്ഞിട്ട് മറു സൈഡേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം പൊരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ റെസിപ്പി റെഡിയായി. അപ്പോൾ ഓക്കെ, ശരി.